ഇതാണ് പത്തനംതിട്ട സ്വദേശി കാറ്ററിംഗ് കരാറുകാരൻ വിവാഹ പാർട്ടിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിനായി വാങ്ങിയ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ചാക്ക്. ഈ ചാക്കിലെ റൈസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിക്കൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നാണ് കാറ്ററിംഗ് കരാറുകാരന്റെ പരാതി. ചാക്ക് വിശദമായി പരിശോധിച്ചപ്പോൾ പാക്കിംഗ് തീയതിയും എക്സ്പയറി തീയതിയും ഇല്ല. കാറ്ററിംഗ് കരാറുകാരൻ, റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് മാനേജിംഗ് ഡയറക്ടർ, ബ്രാൻഡ് അംബാസിഡർ നടൻ ദുൽഖർ സൽമാൻ, റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വാങ്ങിയ പത്തനംതിട്ടയിലെ കടയുടെ മാനേജർ എന്നിവർക്കെതിരെ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകി. ഡിസംബർ 3-ന് മാനേജിംഗ് ഡയറക്ടറും നടൻ ദുൽഖർ സൽമാനും കമ്മീഷന് മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് കമ്മീഷൻ ഇരുവർക്കും നോട്ടീസ് അയച്ചു. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ആണോ എന്ന ചോദ്യത്തിന് കാറ്ററിംഗ് കരാറുകാരന്റെ മറുപടി ഇങ്ങനെ: ബിരിയാണി റൈസും ചിക്കൻ കറിയും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ ബിരിയാണിയും കഴിച്ച 2 പേർക്ക് ഇത് വന്നതായി ബോധ്യപ്പെട്ടു. അവർ വേറൊരു ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് റൈസാണ്. കാരണം ഒരാൾ വെജിറ്റബിളാണ് റൈസിൻ്റെ കൂടെ കഴിച്ചത്, ഒരാൾ ചിക്കനാണ് കഴിച്ചത്. അതിൻ്റെ തുടർ അന്വേഷണത്തിലാണ് ഈ ചാക്ക് ഉൾപ്പെടെ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ ചാക്ക് പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് കണ്ടു. 12 മാസം എന്ന് പറയുന്നുണ്ട്, പക്ഷേ പാക്കിംഗ് ഡേറ്റ് ഇല്ല. അതേത് ദിവസം പാക്ക് ചെയ്ത് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം ഉണ്ടായത്, ഈ ആഗസ്റ്റ് മാസം 120 രൂപ അടുപ്പിച്ചുണ്ടായിരുന്ന ഈ ബിരിയാണി റൈസ്, റോസ് ബിരിയാണി ബ്രാൻഡ് റൈസിൻ്റെ അരിയുടെ വില ഒറ്റയടിക്ക് 100 രൂപ വർദ്ധിപ്പിച്ച ഒരു സമയത്താണ് ഈ ചാക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ, അല്ലെങ്കിൽ ഈ കമ്പനി തന്നെ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായി. തുടർന്ന് ഇതിൻ്റെ PROയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു അന്വേഷണത്തിൽ ഇതിനകത്ത് ഈ ചാക്കിൽ ഒരു ഇൻവോയ്സ് നമ്പറുണ്ട്. ആ ഇൻവോയ്സ് നമ്പർ പ്രകാരം കമ്പനി ബില്ലടിച്ചിരിക്കുന്നത് ഈ ചാക്ക് എറണാകുളത്തെ ഏതോ കടയിലേക്കാണ്. അത് 3 ജില്ല കടന്ന് പത്തനംതിട്ട എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് കമ്പനി തന്നെ സംശയം പറയുന്നുണ്ട്. റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ബ്രാൻഡ് അംബാസിഡർ ദുൽഖർ സൽമാനെതിരെ എന്തുകൊണ്ട് പരാതി നൽകിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു: യഥാർത്ഥത്തിൽ ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് എന്ന് പറയുന്നത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതോ ആരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ മുമ്പിലുള്ളത് ദുൽഖർ സൽമാൻ്റെ മുഖമാണ്, ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ പേരിൽ, ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ ആ സാധനം ഇത്ര വില കൊടുത്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു മോശമായ അവസ്ഥ ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കൂടി ഇത് ബോധ്യപ്പെടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൂടി പ്രതികരിക്കുന്നത്. നഷ്ടപരിഹാരമല്ല തന്റെ ലക്ഷ്യം. തന്റെ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നഷ്ടമായി. ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ കാരണം എന്തെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നോ ആരാണ് വിതരണം ചെയ്യുന്നതെന്നോ തനിക്കറിയില്ല. ബ്രാൻഡ് അംബാസിഡർ ദുൽഖർ സൽമാന്റെ മുഖം മാത്രമാണ് മുന്നിലുള്ളത്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് വലിയ വില കൊടുത്ത് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വാങ്ങിയതെന്നും കാറ്ററിംഗ് കരാറുകാരൻ പറഞ്ഞു. നമുക്കൊരു വിശ്വാസ്യതയാണല്ലോ ഇതിൻ്റെ പ്രധാനം. ഈ ബ്രാൻഡ് ചാക്കിൽ നമുക്കൊരു കാരണം ഇത്ര രൂപ കൊടുത്താണ്. നമുക്ക് 110 രൂപയ്ക്ക് ലോക്കൽ സാധനം കിട്ടുമ്പോൾ നമ്മൾ 220 രൂപ കൊടുത്തിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പം പിന്നെ അതിനകത്ത് വേറൊരു പരിശോധനയുടെ ആവശ്യം ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതൊരു യഥാർത്ഥത്തിൽ ചീറ്റിങ്ങാണ്. കമ്പനി തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ മിസ്റ്റേക്ക് എങ്ങനെയാണ് പറ്റിയത് എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു വ്യക്തതയില്ല. അവരതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് PROനെ വിളിച്ചിരുന്നു. പക്ഷേ അത് പൊതുരംഗത്ത് വരുമ്പോൾ നമ്മളിതുകൊണ്ട് ഉപജീവനം നടത്തുന്ന വ്യക്തിയാണ്. നമ്മുടെ ഒരു വിശ്വാസത ജനങ്ങൾക്കിടയിൽ ഒരു മോശം അവസ്ഥയിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതൊരു പരാതിയായിട്ട് ഇതിൻ്റെ വ്യക്തത, അതല്ലാതെ വേറെ ഇതെന്താണ് സംഭവിച്ചത് എന്നത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ ബിസിനസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. നഷ്ടപരിഹാരത്തിൻ്റെ പ്രശ്നമല്ല ഇതിനകത്ത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ 3 ജില്ല കഴിഞ്ഞ് ഈ ചാക്ക്, അവർ പറയുന്ന ഇൻവോയ്സ് പ്രകാരമാണെങ്കിൽ ഇത് എറണാകുളത്തെ സ്റ്റോക്ക് ചെയ്യേണ്ട സാധനമാണ്. അത് 3 ജില്ല കഴിഞ്ഞ് എങ്ങനെയാണ് എത്തിയത്? അത് കമ്പനി തന്നെ സംശയം പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.